ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമേ. ബ്രെഡൊക്കെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ ബ്രെഡ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബ്രെഡ് എന്നും ഒരേ തരത്തിലാണല്ലോ ഉണ്ടാക്കി കഴിയും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയ ഇതായിട്ട് അരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ, മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ അതങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിയിൽ പൊടിക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കറുത്ത ഭാഗം മാറ്റണമെങ്കിൽ മാറ്റും, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും, നമുക്കിതെല്ലാം കൂടെ ചേർത്ത് തന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെ, ഒരു വിധമൊക്കെ ഞാൻ അതൊന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി സവാളയില്ല, അതൊരു ഇടത്തൊരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്താണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതെല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഒരു 2-3 സ്പൂൺ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കളയുക, എന്നാൽ നമ്മുടെ ഇത് നന്നായിട്ട് പെർഫെക്റ്റായി കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ച് കൊടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതിയാവും നമുക്ക്. പിന്നെ സവാളയുടെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ചേർക്കാൻ മതി. നമുക്കൊരു 2-3 സ്പൂണ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് വെള്ളം ആദ്യമേ എടുത്ത് ഒഴിച്ച് കുഴക്കരുത്, എന്നാൽ അത് ശരിയായി കിട്ടില്ല. അതെ, ഇങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കതങ്ങൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 2-3 സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടലമാവാണ്. അത് നമ്മുടെ ഒരു 3 സ്പൂണോ 2 സ്പൂണോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ അരിപ്പൊടി കൂടെ ചേർത്ത്. ഇപ്പോൾ ഞാൻ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, ഞാൻ കടലമാവ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനായിട്ട് കുറച്ച് നമ്മൾ ബ്രെഡ് ഇതാക്കിയപ്പോൾ അതിൽ മുളക് പൊടിയും ചേർത്തില്ല, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് പെരിഞ്ജീരക പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കണം. ഒരുപാട് അങ്ങ് ലൂസായി പോരുത്, അതുപോലെ തന്നെ കട്ടിയാകരുത്. അങ്ങനെയാണ് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് കേട്ടോ. എന്നാൽ അതും എല്ലാം നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ സ്നാക്സ് നന്നായിട്ട് റെഡിയായി കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ, നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ട പുഴുങ്ങിയെടുത്തതാണ്. ഞാനൊരു 3 മുട്ടയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇങ്ങനെ 2-3 ഇതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. ഇത് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുത്തോളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കൂട്ടില്ലേ, അത് നമുക്ക് ഒരു കൈവെള്ളയിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതെ, എന്നിട്ട് നമുക്ക് ആ മുട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊരു ബോൾ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയും, വെള്ളം ഒഴിച്ച് ആദ്യമേ ഒരുപാടങ്ങ് കുഴച്ച് കളയരുത്, എന്നാൽ നമുക്ക് ഇങ്ങനെ അത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. എന്നിട്ട് നമുക്കിതിനൊരു കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഇർക്കിലോ എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ലോലിപോപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഇട്ട് വളരെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കും അങ്ങ് ഇഷ്ടപ്പെടും, അവർ കഴിക്കുകയൊക്കെ ചെയ്യും. എല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കണം. കണ്ടോ, ടൂത്ത് പിക്ക് കൊണ്ട് ഞാനിതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് അതൊന്ന് ചൂടായി വരണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബോളില്ലേ, അത് നമുക്ക് എടുത്ത് നമ്മുടെ ആ മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോലും നമുക്കിത് കോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ടിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായി കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനും അവർക്ക് വലിയ ഇഷ്ടപ്പെടില്ല. സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഞാൻ അങ്ങനെ തന്നെ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാമേ. ഇത് ചെറിയൊരു ചട്ടി ആയതുകൊണ്ട് എനിക്ക് 3 മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ പാനിൽ എനിക്ക് 3 ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ച് മറിച്ച് നോക്കി ഇടാതെ നമുക്ക് റെഡിയാക്കി എടുക്കണം.
കരിഞ്ഞു പോകരുത്. നമ്മൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് അത് കരിഞ്ഞു പോകും. ബ്രെഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് ആ ഉള്ളൊക്കെ അങ്ങ് വെന്ത് കിട്ടും. ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. കൂട്ടിയും കുറച്ചും വെച്ചുകൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കാനേ. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതെല്ലാം ബാക്കിയും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഇത് ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. കാരണം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു വരുത് കേട്ടോ. താങ്ക്